അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റിച്ചൂസ് വേഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കണ്ണൂക്കാരുണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്കും ഒരു കണ്ണൂരപ്പം തയ്യാറാക്കിയെടുത്താലോ? അപ്പോൾ കണ്ണൂരപ്പം തയ്യാറാക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കി വരാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഉണ്ണിയപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 3 ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ട് നല്ലോണം കുതിർത്തി എടുത്തതാണിത്. അരി ഞാൻ മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് തേങ്ങയാണ്. തേങ്ങ എടുക്കുമ്പോൾ വെള്ള കളറുള്ള തേങ്ങ മാത്രം എടുക്കാൻ നോക്കുക. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ നമുക്ക് ഒരു പിച്ചി അപ്പസോഡയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ലോണം അരച്ചെടുത്ത് വരാം. അങ്ങനെ അരിയും തേങ്ങയും പഞ്ചസാരയും എല്ലാം കൂടെ ഞാനിവിടെ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഏലക്കായി നല്ലോണം പൊടിച്ചത് 1 സ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ട് ഈ അരിപ്പയിലൊന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അച്ചയിലേക്ക് ഇട്ടാൽ അതിൻ്റെ ആ കരടും പൊടിയൊക്കെ അതിൽ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അരിച്ചിട്ട് ഒഴിച്ച് കൊടുത്തതാണ്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏതായാലും നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് തേങ്ങ അളന്നെടുത്ത അതേ കപ്പിന് തന്നെ ചോറും കൂടെ കൂട്ടി അരച്ചിട്ടുണ്ട്. അരക്കുന്ന സമയത്താണ് എനിക്ക് ചോറ് കൂട്ടണമല്ല എന്നുള്ള ഓർമ്മ വന്നത്. അതുകൊണ്ട് വീഡിയോയിൽ അത് കാണിക്കാൻ പറ്റിയില്ല. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഉണ്ണിയപ്പം ഞാൻ ചുട്ടെടുക്കുന്നത് ഇതുപോലത്തെ പുതിയ ഒരു ഉണ്ണിയപ്പ ചട്ടിയിലാണ്. ഈ ഉണ്ണിയപ്പ ചട്ടി ഇപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചതാണ്. നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണ്. അടി പിടിക്കണ പേടിയൊന്നുമില്ല. തീയൊക്കെ നല്ല പാകത്തിന് ഇട്ടാൽ നമുക്ക് നല്ല മട്ടത്തിൽ നമുക്ക് അപ്പം ചുട്ടെടുക്കാൻ കഴിയും. ഇതിന് മുമ്പ് ഒരു ചട്ടി ഇവിടെ ഉണ്ടായിരുന്നു. അത് സ്റ്റൗമ വെക്കുമ്പോൾ അങ്ങനെ ആടിങ്ങാണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അപ്പമൊക്കെ കുത്തിയെടുക്കാൻ ഉള്ള സമയത്ത് നമ്മളെ മേത്തക്കൊക്കെ കൈമക്കൊക്കെ തിളച്ച എണ്ണ ഒക്കെ ആവും എന്നുള്ളൊരു പേടി. അപ്പോൾ പിന്നെ ഞങ്ങൾ ആ ചട്ടി ഞങ്ങൾ ഒഴിവാക്കി. ഇപ്പോൾ പുതിയ ചട്ടി ഞങ്ങൾ വാങ്ങിയതാണ്. അടുപ്പത്ത് വെച്ച് ചുടുന്നവർക്ക് പറ്റും. വിറകടുപ്പിലൊക്കെ വെച്ച് ചുടുന്ന ആൾക്കാർക്ക് ഇവിടെ വിറകിൻ്റെ അടുപ്പില്ല, സ്റ്റൗ മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്റ്റൗമ്മൽ വെക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചട്ടിയാണിത്. ഇതിൻ്റെ അടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ അടിഭാഗം. സ്റ്റൗമ്മലൊക്കെ നല്ല മട്ടത്തിൽ വെക്കാൻ പറ്റും. അത് നോക്കി വാങ്ങിയതാണ് ഞങ്ങൾ. അപ്പം നമുക്ക് ഇതിലൊന്ന് അപ്പം ചുട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി നല്ല മട്ടത്തിൽ തന്നെ നമ്മുടെ അടുപ്പത്ത് ഇരിക്കുന്നുണ്ട്. ഒരു ഏറ്റക്കുറച്ചിൽ പോലും ഇല്ല. നല്ല ചട്ടിയാണ്. നമുക്ക് ഉണ്ണിയപ്പം എപ്പോഴാണ് ചുടാൻ തോന്നണത് അപ്പോഴൊക്കെ നമുക്ക് ചുട്ടെടുക്കുക. മറ്റേത് സ്റ്റൗമ്മൽ ഇങ്ങനെ ആടി കളിച്ചുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇതുപോലത്തെ ചട്ടി നിങ്ങളാരെ വീട്ടിലും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടെ ഒന്ന് മേടിച്ചോട്ടെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ചട്ടിയുടെ വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ച് നോക്കി. അപ്പോൾ അതിൽ ഞാൻ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മാവ് കപ്പിക്ക് എടുത്തതാണ്. കപ്പിലാകുമ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ നല്ല സുഖമാവും. നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം. മറ്റുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ കണ്ണൂരപ്പത്തിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്.
നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഒക്കെ ഉള്ള നല്ലൊരു അപ്പാണിത്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. നല്ല ടേസ്റ്റാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും. നമുക്കിപ്പോൾ ഇത് മധുരമില്ലാതെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇറച്ചിക്കറിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പഞ്ചസാര ഒഴിവാക്കിയിട്ട് തേങ്ങ, അരി, ചോറ് മാത്രം അരച്ചിട്ട് നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് പുതിയ ഒരു വീഡിയോയുമായിട്ട് കാണാം ഇൻഷാ അല്ലാഹ്.